ഇന്ന് പടവലങ്ങ കൊണ്ടുള്ള ഒരു എലിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കണത്. നമുക്ക് എലിശ്ശേരിയുടെ ഭംഗി എന്താ നോക്കൂ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കാണിച്ചു തരാം. അടുക്കളയിലേക്ക് വരും. ഇതാ പടവലങ്ങ നോക്കൂ. ഈ പടവലങ്ങ നന്നായി സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല പോലെ അരിയുക കേട്ടോ. ഞാൻ അത്ര ചെറുതാക്കിയൊന്നും അരിഞ്ഞില്ല, അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനെ നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് അസലായിട്ട് അതിനെ ചീഞ്ചട്ടിയിലിട്ടു, കടായിലിട്ടു. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് അതിനെ വേവിക്കണം കേട്ടോ. വേവിക്കാൻ വേണ്ടി നല്ലോണം അധികം സമയം കൊടുക്കില്ലേ. പടവലങ്ങ വേവാൻ കുറച്ച് ടൈം എടുക്കുള്ളൂ കേട്ടോ. കുറച്ച് നേരം എടുക്കുള്ളൂ. അതിൽ നിന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇടണം. പടവലങ്ങയിൽ പലവിധ ഗുണങ്ങളുണ്ട്. അത് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണു. അതുമാത്രമല്ല ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും നല്ലതാണ്. അത് ഹാർട്ട് പേഷ്യൻസിന് നല്ലതാണ്. വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റാണ് പടവലങ്ങ. അങ്ങനെ പലതരം ഗുണങ്ങളുണ്ട്. എല്ലാവർക്കും ഏത് രോഗികൾക്കും കഴിക്കാവുന്നതാണ് പടവലങ്ങ. അപ്പം അതിൽ ഉപ്പിട്ടു, മഞ്ഞളിട്ടു. അത് ഞാൻ അത് കഴിഞ്ഞ് വേവിക്കാൻ അടുപ്പിൽ വെച്ചു കേട്ടോ. നാളികേരം ചെറിയതില്ലാത്ത കാരണം നാളികേരം കൊത്തിയത് ഞാൻ മിക്സിയിലിട്ടുന്നു. അത് കഴിഞ്ഞ് അതിൽ നുള്ളി ജീരകം ഇട്ട് ആ നാളികേരം അരയ്ക്കണം. അപ്പം ആദ്യം തന്നെ നാളികേരം ജീരകം ഒന്ന് ചതച്ചെടുക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും അരയ്ക്കാം. അതേ ചതച്ചുകൊണ്ട് നാളികയും ജീരകവും കൂടി ചതച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. അരച്ച് കഴിഞ്ഞിട്ട് നല്ല ഒന്നും കൂടി അരച്ചാൽ മതി. അധികം വെണ്ണ പോലെയൊന്നും അരയ്ക്കണ്ട കേട്ടോ. എലിശ്ശേരിയല്ലേ. ഇപ്പം അത് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് അതിലിട്ടു. പടവലങ്ങ നല്ലോണം വെന്തപ്പോൾ പരിപ്പിട്ടു. പരിപ്പ് അത്യാവശ്യമുള്ളത് അത്ര ഇട്ടാൽ മതി. ഞാൻ എപ്പോഴും പരിപ്പ് വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അത് ആയിക്കോട്ടെ, അതിൽ ഒഴിച്ചു. എന്നിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് അത് അതിൽ ഒഴിച്ചു കേട്ടോ. ഒഴിച്ച് നല്ല പോലെ ഇളക്കുക. ഇളക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കണം. അത് നോക്കട്ടെ. ഉപ്പ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി അത് കഴിഞ്ഞ് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പുണ്ടോ നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ നാളികേരം അരച്ച് വെച്ചിട്ടുള്ളത് തിളച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇട്ടു, ഉപ്പ് കുറവുള്ളത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നാളികേരം അരച്ച് വെച്ചത് എടുത്ത് അതിലൊഴിക്കുക. നാളികേരം ജീരകം അതിലൊഴിച്ചു നല്ല പോലെ ഇളക്കുക. ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളയ്ക്കട്ടെ. പടവലങ്ങയുടെ ഗുണത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പടവലങ്ങയിൽ പ്രോട്ടീൻ, പരിപ്പും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ഗുണമായി. എലിശ്ശേരി വളരെ ന്യൂട്രീഷ്യസ് ആണ്. അത് മനസ്സിലാക്കും. നല്ല പോലെ ഇളക്കണം കേട്ടോ. നല്ല പോലെ ഇളക്കിയിട്ട് എന്ത് ചെയ്യണം, വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ചേർത്തോളൂ. തിളപ്പിച്ചാറ്റിയ വെള്ളം എപ്പോഴും ചേർക്കുക. തിളപ്പിച്ച വെള്ളം ചേർക്കുക. അപ്പോൾ പിന്നെ കൂട്ടാനധികം തിളയ്ക്കൊന്നും വേണ്ട. നമുക്ക് എളുപ്പം വാങ്ങി വയ്ക്കാൻ പറ്റും. കടുകിന് അതിൽ താളിക്കണം. കടുക് വറുത്തിടണം. കടുകിന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇതാ കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് അതിൽ മുളക് പൊട്ടിച്ചിടണം. മുളക് പൊട്ടിച്ചിട്ടു. ഇതാ കടുകിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തീ കത്തിക്കുക. ഇത് ചെറിയ പാത്രമായ കാരണം വളരെ കെയർഫുൾ ആവണം. അതുകൊണ്ടാണ് ഇതാ തുള്ളി എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. തുള്ളി എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് തീ സിമ്മിൽ വെച്ചിട്ട് കടുക് പൊട്ടിയിട്ട് നമുക്ക് ഇനി അത് കൂട്ടാനിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ പടവലങ്ങയുടെ ഗുണങ്ങൾ പറഞ്ഞത്. കടുക് പൊട്ടിയപ്പോൾ അതിൽ ഒഴിച്ചു. ഇനി നെക്സ്റ്റ് ഇളക്കുക. നല്ല ഭംഗി നോക്കൂ. പടവലങ്ങ എലിശ്ശേരി കലായി. ഇനി അത് ഞാൻ ബൗളിലേക്ക് പകർന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഭംഗിയാ കണ്ടില്ലേ. അതാണ് പടവലങ്ങ എലിശ്ശേരി.